ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ ബാപ്പയുടെ വീട്ടിലെ കൃഷികളൊക്കെ നമുക്കൊന്ന് ചുറ്റിക്കാണാം. ഇതാണ് ഞങ്ങളുടെ ബാപ്പയുടെ വീട്ടിലെ മാംഗോ. ഇതുവരെ പഴുത്തിട്ടില്ല, പച്ച മാംഗോ ആണ്. കണ്ടോ ഗൈസ്, ഇവിടെ ഒരു പ്ലാവുണ്ട്, അതിൽ ചക്കയുണ്ട്, കുറച്ച് വലുതും ഉണ്ട് ചെറുതും ഉണ്ട്. നെക്സ്റ്റ് ചൂട്ടിൽ കാണിക്കാൻ പോകുന്നത് ഒരു മൽബറി ചെടിയാണ്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല മധുരമുള്ള മൽബറി. പഴുത്ത് നിൽക്കുന്ന കുറേ എണ്ണം ഇതിലുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ പറിച്ച് ഇങ്ങനെ കഴിക്കും കേട്ടോ. നല്ല മധുരമുണ്ട്, ചിലതൊക്കെ പുളിയും ചിലതൊക്കെ മധുരവും ഉണ്ട്. എൻ്റെ നെറ്റ് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കാറിൽ പോകുന്നേരം ബാപ്പ ബ്രേക്ക് അടിച്ചപ്പോൾ അല്ലേ ഞാൻ സീറ്റിൽ നിന്ന് താഴെ വീണതാണ്. ഗൈസ്, ഇത് കോവക്കയാണ്. ഇത് ചിലവർക്ക് എന്തായാലും അറിയുന്ന സാധനമായിരിക്കും. ഇത് ഞങ്ങൾ വീട്ടിൽ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് കോവക്ക പക്ഷേ ഇഷ്ടമല്ല കേട്ടോ, ചിലർക്ക് എന്തായാലും ഇഷ്ടമായിരിക്കും. കണ്ടോ ഗൈസ്, ഇതിൽ കുറേ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കോവക്ക ഇഷ്ടമാണോ? വേറെ കുറേ മാവും ഇവിടെ പൂത്ത് നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് വാഴയാണ്. ഇത് നമ്മുടെ ദ്വീപിലൊക്കെ ഒരുപാട് ഉണ്ടാവും. ഇവിടെ കുറേ തരം വാഴ ഉണ്ട്. പൂവനുണ്ട്, ചെങ്കതളിയുണ്ട്, നേന്ത്രനുണ്ട്. വേറെയും കുറേ തരം വാഴയുണ്ട്, അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഇത് ഞങ്ങൾ പറമ്പിൽ നിന്ന് പറിച്ച അടക്കകളൊക്കെ ഇങ്ങനെ ഉണങ്ങാനിട്ടിരിക്കുകയാണ്. അപ്പുറത്ത് കുറേ എണ്ണം തോലുരിച്ചിട്ട് ഉണക്കാനിട്ടിരിക്കുകയാണ്. ഇത് നല്ലോണം ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മളിത് കടയിൽ വിൽക്കാൻ കൊടുക്കും. കുറേ ഉണ്ട്, കണ്ടില്ലേ ഗൈസ്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് റുമാമ്പഴത്തിൻ്റെ ചെടിയാണ്. ഇതുപോലത്തെ 2-3 ഇതിൻ്റെ അകത്തുണ്ട്. ഇത് നമ്മൾ നട്ടിട്ടേ ഉള്ളൂ, ഇതുവരെ അതിൽ കായ് വന്നിട്ടില്ല. ഇത് ചാമ്പയ്ക്കയാണ് ഗൈസ്. നല്ല റോസ് കളർ ചാമ്പയ്ക്കാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇതിൽ നല്ല ചാമ്പയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത കാണിക്കാൻ പോകുന്നത് ഗോവ ആണ്. മറ്റേ വലുതിലൊക്കെ കുറേ പിടിക്കാറുണ്ട്. ഇത് ബാപ്പ ഇപ്പോൾ നട്ടതേ ഉള്ളൂ വന്നതിന് ശേഷം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്. ഇത് നമ്മുടെ ചെമ്പരത്തി പൂവാണ്. ഇതിൻ്റെ സൈഡിൽ വേറെ വലിയ എണ്ണമുണ്ട്. പിന്നെ നമ്മുടെ ദ്വീപിലൊക്കെയുള്ള ചക്കമരമുണ്ട്. ഗൈസ്, ഇത് ലെമൺ ട്രീ ആണ്. ഇതിൽ ലെമൺ ഒരുപാട് പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തോട്ട് പോകാൻ എനിക്ക് പേടിയാണ്, അതിൽ ഒരുപാട് ചെറിയ ചെറിയ മുള്ളുകളുണ്ട്. ഇത് നമുക്ക് കുറച്ച് പഴത്തിട്ട് നമുക്ക് പറിച്ചെടുക്കാം. ഗൈസ്, നമുക്കിനി ബാപ്പാൻ്റെ പഴയ വീട് കാണാൻ പോവാം. അവിടെ ദൂരെ വരെ ഉണ്ട് പറമ്പ്, പക്ഷേ അവിടെ ഒന്നും നമ്മൾ പോകുന്നില്ല. അവിടെ പാമ്പുണ്ട്, അവിടെ പോകാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ ബാപ്പാൻ്റെ പഴയ വീട്. കണ്ടോ ഗൈസ്, ഓടൊക്കെ ഇട്ട് നല്ല പഴയ വീട്. നല്ല രസമല്ലേ കാണാൻ. അവിടെ നമ്മൾ പഴയ സാധനങ്ങളൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു വീടാണ്. ഞാൻ അടുത്ത് പോയി കാണിച്ചു തരാം ഗൈസ്. അതിൻ്റെ അടുത്തൊരു സപ്പോട്ട മരമുണ്ട്. കണ്ടോ ഗൈസ്, സപ്പോട്ട എല്ലാം പിടിച്ചിരുന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തൊക്കെ എനിക്ക് നോക്കാൻ നല്ല പേടിയാണ് ഗൈസ്. എന്നാൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി അടുത്തേക്ക് പോയതാണ്. ഈ വീടിൻ്റെ ബാക്ക് സൈഡിൽ കുറേ തെങ്ങും പിന്നെ അടക്ക മരവും ഉണ്ട്. അതിൻ്റെ ബാക്കിൽ ഒരു തോടുണ്ട്, തോട് ഒഴുകുന്നുണ്ട്. അത് പിന്നീട് ഒരു ദിവസം ഇങ്ങോട്ട് വന്നാൽ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അതാണ് നമ്മുടെ വീട്. ഇനി ഞാൻ കുറച്ച് സമയം കളിക്കട്ടെ. ഇനി അടുത്ത വീഡിയോ കാണാനായി ബൈ.